ഈ തവണ സഹിക്കാൻ പറ്റാത്ത ചൂടാണല്ലോ. അപ്പം പിന്നെ ആർക്കും ഭക്ഷണമൊന്നും വേണ്ട, ഇങ്ങനെ ജ്യൂസോ വെള്ളമോ ഒക്കെ കഴിച്ച് പോകുന്നു. കുട്ടികളായാലും ശരി, മുതിർന്നവരായാലും ശരി, നിങ്ങൾ ധാരാളം വെള്ളം കുടിച്ചോളൂ. എങ്കിലും പോഷകാഹാരങ്ങളൊക്കെ കഴിക്കാൻ കൂട്ടത്തിൽ ശ്രദ്ധിക്കണേ. കഞ്ഞി, പയർ ഇതൊക്കെ പോലെ ശരീരം തണുപ്പിക്കുന്ന ഭക്ഷണം ധാരാളം കഴിക്കുക. അതുപോലെ തന്നെ ഫ്രൂട്ട്സും വെജിറ്റബിളും ഒക്കെ ഉൾപ്പെടുത്തുക. അപ്പോൾ ഞാൻ ഇന്ന് ഒരു വലിയൊരു ക്യാരറ്റ് എടുത്ത് കൊണ്ടുവന്ന് അതിൻ്റെ തോലൊക്കെ പോക്കി കഴുകി വൃത്തിയാക്കി കഷ്ണങ്ങളാക്കി ഒരു ഇത്തിരി വെള്ളം ഒഴിച്ച് കുക്കറിൽ നിന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഇന്ന് നല്ലൊരു ക്യാരറ്റ് ജ്യൂസാണ് ഉണ്ടാക്കാൻ പോകുന്നത്. വേവിച്ചിട്ടൊക്കെയാണ് ഈ ജ്യൂസ് ഉണ്ടാക്കുന്നത്. വെന്തതിന് ശേഷം ഒരു പരന്ന പാത്രത്തിലേക്ക് മാറ്റിയാൽ പെട്ടെന്ന് ചൂടാറി കിട്ടും. അതിനുശേഷം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് കുതിർത്ത് വെച്ച ബദാം ആണ്. അതിൻ്റെ സ്കിന്നൊക്കെ നീക്കി അതും ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഒരു ഗ്ലാസ് പാല് കാച്ചി തണുത്തതാണ്, അതും ചേർത്ത് ആവശ്യത്തിന് ഐസ് ക്യൂബും ചേർത്ത് കൊടുത്ത് മധുരത്തിന് പഞ്ചസാരയും ഇതതുപോലെ ഒരു സ്കൂപ്പ് വാനില ഐസ്ക്രീമും ഇത്രയും ചേർത്ത് നന്നായി അടിച്ചു കൊണ്ടുവരാം. ഇത് ഷുഗർ പറ്റാത്തവർക്ക് തേൻ ചേർത്ത് കൊടുക്കാമല്ലേ. അപ്പോൾ ഇത് നന്നായി അടിച്ചെടുത്ത് വന്നിട്ടുണ്ട്. അതിൽ നട്ട്സൊക്കെയാണ് അടിയാണ്ട് വന്നിരിക്കുന്നത്. ബദാം കൂടുതൽ അങ്ങോട്ട് കുതിർന്നിട്ടില്ലായിരുന്നു. ക്യാരറ്റ് വെന്തത് കൊണ്ട് നന്നായിട്ട് അടിച്ച് വന്നതാണ്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഈ നട്ട്സ് ഇങ്ങനെ ജ്യൂസിൽ നിന്ന് കടിക്കാൻ കിട്ടുമ്പോൾ നല്ലൊരു രസമായിരിക്കും. എല്ലാവരും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്യണേ. താങ്ക് യു.